മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോ ലോകത്ത് ഒരു ആലിമും ഫത്വ കൊടുക്കൂല. അന്ന് ഇറാഖിൽ ആലിമീങ്ങളുണ്ട്. ബഗ്ദാദിലും ബസറയിലും കൂഫയിലും ഇറാഖിന്റെ പ്രഗത്ഭരായ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളാണ്. മാലിക് റളിയല്ലാഹു അൻഹു ഫത്വ നൽകുന്ന ഒരു വിഷയം അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഒരു ആലിമും വരൂല. അങ്ങനത്തെ മഹാനാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാം മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ള ജീവിതത്തിൽ, ഒരൊറ്റ ഹജ്ജ്, ഒരു ഉംറ. എന്തേ ഒരു ഹജ്ജും കൂടെ ഒരു ഉംറ കൂടെ ഞാനത് ചെയ്യൂല. എങ്ങാനും ഞാൻ ആ ഉംറക്ക് പോണ പോക്കിലെങ്ങാനും മരിച്ചാൽ എനിക്ക് മദീനയിൽ മരിക്കാൻ കഴിയില്ലല്ലോ. ആര് പറഞ്ഞു? മാലിക്കി മദ്ഹബിന്റെ ഇമാം, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ഇത് ദീനാണ്. അതുകൊണ്ടൊന്നും ഇസ്ലാം എന്ന് പുറത്തു പോകല്ല. അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിന്റെ നടുത്തളത്തേക്ക് പോകാൻ കഴിയും. ഇത് ഇത്തിബാഅ ഷജറത്തുൻ മുബാറകത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് 2 ഉംറ വേണ്ട, 2 ഹജ്ജ് വേണ്ട. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. ബഹുമാനപ്പെട്ടവർ ഒരു ദുആ ചെയ്തു. ഭയങ്കര അത്ഭുതമുള്ള ദുആ ചെയ്ത മഹാനാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ. സ്വർഗ്ഗം ഉമറേ നിങ്ങൾക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും ഞാനൊരു ആടിൻകുട്ടിയായി പോയി, എന്നെ അറുത്ത് ആരെങ്കിലും തിന്ന് ഞാൻ അങ്ങോട്ട് ഇല്ലാതായി പോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താ? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി നബിയിക്. അല്ലാഹുവേ നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് ഷഹീദായി മരിക്കണം, അതിന് എനിക്ക് അവസരം തരുമോ? എന്താ ഈ ദുആ? എന്താ ചോദിച്ചത്? രക്തസാക്ഷിത്വം. എവിടെ വേണം? ഫീ ബലദി നബിയിക്, ഈ മദീനയിൽ വെച്ച് ഷഹീദാകണം. മരിച്ചാ പോരാ, ഷഹീദാവണം. എന്താ അതിൽ അത്ഭുതം? മദീനത്ത് യുദ്ധം നടക്കൂല, പിന്നെ എങ്ങനെ ഷഹീദാവും? മക്കയിൽ യുദ്ധം നടക്കുവോ? ഹറമല്ലേ? ഹറമാണ് മക്ക, ഹറമാണ് മദീന, ഹറമാണ്. മക്കത്തു ഹറമഹല്ലാഹ് വൽ മദീനത്തു ഹറംതുഹാ. മദീന ഹറമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങാനും ശത്രുക്കൾ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്താൽ ഡിഫെൻഡ് ചെയ്യാ എന്നല്ലാതെ ഹറമിൽ യുദ്ധം പാടില്ല. ഉമർ തങ്ങൾ ചോദിച്ചതോ എനിക്ക് ഷഹീദാകണം. എവിടെ? മദീനയിൽ. യുദ്ധം നടക്കാത്ത മദീനയിൽ ഷഹീദാവണമെന്ന്. അല്ലാഹ് അത് കൊടുത്തതല്ലേ? നിസ്കരിക്കാൻ നിൽക്കുമ്പോ മെഹ്റാബിൽ ശത്രു വന്ന് കുത്തുന്നത് ഉമർ തങ്ങൾ ഷഹീദായി വീഴുകയാണ്. എന്തുകൊണ്ട്? ഇത് ചോദിച്ചിട്ടുണ്ട് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എനിക്ക് മദീനയിൽ മരിക്കണം. യാ അല്ലാഹ്, യുദ്ധം നടക്കുന്നൊക്കെ മദീനത്തിന്റെ പുറത്താണ്, പക്ഷെ എനിക്ക് മദീനത്ത് കിടന്ന് ഷഹീദാവണം. അത് കൊടുത്തതല്ലേ അല്ലാഹു തആല ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ദീൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടുത്താതെ ഈ ദീൻ നമുക്ക് പഠിക്കാൻ കഴിയില്ല. ആരാ ഖുർആൻ കൊണ്ടുവന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ എവിടെ നിന്ന് കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷജറത്തിൻ മുബാറക, ഈ ബറക്കത്തുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ എല്ലാം ബറക്കത്താണ്. സൈത്തൂന പോലെ എന്ന് പറഞ്ഞിട്ട് ഉലമാ തഫ്സീർ ചെയ്യാ. സൈത്തൂനിന്റെ എല്ലാ വാക്കുകൾ, സൈത്തൂനിന്റെ എല്ലാ ശിഖരത്തിലും അതിന്റെ അടിമുതൽ അത് തളിർത്ത് വരുന്ന പോലെ എല്ലാ ഭാഗവും ഉപകാരപ്പെടുന്ന പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ ഇഷ്ടമായി മാറണം. അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് മാറ്റിവെച്ചു. അതാണ് നമ്മൾ ജാഹിലിയ എന്ന് പറയുന്നത്. ജാഹിലിയ കാലത്തവർ ബിംബങ്ങളുടെ പേര് പറഞ്ഞ് ചില തമീമ, ചില ഏലസുകൾ ഉണ്ടാക്കിയിരുന്നു. പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തഅല്ലഖ തമീമതൻ, അങ്ങനത്തെ ഏലസ് വെച്ച് കെട്ടിയാൽ ഇസ്ലാം എന്ന് കുഫറാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ദീനിൽ തങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ചില വിഷയങ്ങൾ. ആ ഹദീസ് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് ചെയ്തിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക് ശിഫാഇന്റെ മാർഗമായി കൊടുത്തിട്ടുള്ള തങ്ങൾ മന്ത്രിച്ചൂതി കൊടുത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചതും ഇല്ല എന്ന് പറയല്ലേ. അത് ഹദീസ് വേറെയാണ്, ഇത് മറ്റൊന്നാണ്. വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒറ്റ വാക്ക് കണ്ടിട്ട് ഫത്വ കൊടുക്കല്ലേ. അർത്ഥങ്ങൾ എന്താണെന്ന് ആലോചിക്കണം. ഷജറത്തിൻ മുബാറക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ യാത്ര പോകുമ്പോൾ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ആ വഴിക്ക് പോകേണ്ടി വന്നാൽ മനഃപൂർവ്വം വഴി തെറ്റിങ്ങോട്ട് പോകും, എന്നിട്ട് തിരിച്ചു വരും. അല്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, റോഡ് ഇതാണ് നിങ്ങൾക്ക് അറിയില്ലേ, വഴി ഇതാണ് നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കതറിയാം, വഴി കിട്ടലല്ലേ ആയത്. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകുമ്പോ തങ്ങൾക്ക് ഇവിടെ വഴി തെറ്റിയിരുന്നു, അതുകൊണ്ട് ഞാൻ തങ്ങൾ നടന്ന ആ സ്ഥലത്ത് കൂടെ നടന്നിട്ട് തിരിച്ചു വരാം. യാ അല്ലാഹ്, ഇത് ഹുബ്ബാൻ. ഇതാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്വഹാബത്ത് മനസ്സിലാക്കുന്നത്.
ഇങ്ങനെയാണ് ദീനിനെ അവർ സ്വീകരിക്കുന്നത്. ഇങ്ങനെയാണ് ആ ഹബീബായ നബി തങ്ങൾ നടന്ന സ്ഥലമാണ് നമ്മൾ തവാഫ് ചെയ്യുന്ന സ്ഥലം. അള്ളാഹുവിന്റെ റസൂൽ നടന്ന മുറ്റമാണ് മദീനത്തെ പള്ളിയുടെ മുറ്റം. തങ്ങൾ സിയാറത്ത് ചെയ്യാൻ നടന്നു പോയ സ്ഥലമാണ് ജന്നത്തുൽ ബഖീഇന്റെ വഴികൾ മുഴുവനും, മദീന മുഴുവനും, മക്കയിലെ റോഡ് മുഴുവനും അള്ളാഹുവിന്റെ റസൂൽ നടന്നിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. 53 വർഷം വരെ ജീവിച്ച ഇടമാണ് തങ്ങളുടെ മക്ക. തങ്ങൾ എവിടെയെല്ലാം അവിടെ സഞ്ചരിച്ചിരിക്കണം. ആ ബോധത്തോടെ നമ്മൾ മക്കയിലൂടെ നടക്കാവൂ. ആ ബോധത്തോടെ മദീനയിലൂടെ നടക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്ത സ്ഥലമാണ്. അവിടുത്തെ പരിശുദ്ധ ചുണ്ട് ചേർത്ത് വെച്ച് ഇന്ന് അള്ളാഹുവിന്റെ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവേ ഉള്ളൂ, അത് ഹജറുൽ അസ്വദാണ്. ബാക്കിയൊക്കെ നമുക്ക് മാർബിളും മറ്റു കല്ലുകളായി മാറിയിട്ടുണ്ട്. പക്ഷേ ഹജറുൽ അസ്വദ് ഇന്നും അങ്ങനെയാണ്. ആ ബോധം നമ്മുടെ ഖൽബിലുണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തിബാഅ്, ആ ഷജറത്തുൽ മുബാറകത്തിനെ നമ്മൾ സ്വീകരിക്കണം. അത് ബറക്കത്താണ്. ബറക്കത്ത് എന്ന് പറയുന്നതും നിങ്ങൾക്കൊരു വിഷയം നിർബന്ധമാണെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ വേണ്ട. നീ വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഷജറത്തുൽ മുബാറക സൈതൂന ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, ഇത് ഖുർആനിന്റെ ഒരു അത്ഭുതമുള്ള പ്രയോഗമാണ്. ആ വൃക്ഷം പൗരസ്ത്യമല്ല, പാശ്ചാത്യമല്ല. എന്താണ് ഈ പറയുന്നത്? മഹാനായ ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞു, ഇത് ദുനിയാവിലെ ഒരു വൃക്ഷമല്ല. കാരണം ദുനിയാവിലെ ഒരു വൃക്ഷമാണെങ്കിൽ it should be either eastern, oriental or western. ഒന്നുകിൽ അത് പൗരസ്ത്യമായിരിക്കണം, അല്ലെങ്കിൽ പാശ്ചാത്യമായിരിക്കണം. പടിഞ്ഞാറും കിഴക്കുമില്ലാത്ത ഒരു വൃക്ഷം ഉണ്ടാവുകയില്ലല്ലോ. ഇത് ദുനിയാവിന്റെ വൃക്ഷമല്ല. ദുനിയാവിൽ അങ്ങനെ വൃക്ഷമല്ല. ഇത് ആരെപ്പറ്റിയാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നാ വരുന്നത്? മുഅ്മിനായ മനുഷ്യന്റെ നെഞ്ചിൽ, അവന്റെ ഖൽബെന്ന ആ ഒരു സുജാജത്തിൽ, ആ ഒരു സ്ഫടികത്തിൽ അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമെന്ന വിളക്ക് കത്താൻ. ആ വിളക്ക് കത്താനുണ്ടായ പ്രകാശം കിട്ടിയത് എവിടെന്ന്? മിൻ ഷജറത്തിൻ മുബാറക, ഈ ബറക്കത്തുള്ള വൃക്ഷത്തുന്ന നമ്മുടെ ഖൽബിലെ ഈമാൻ ഉണ്ടായത്. ആ വൃക്ഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ ആയത്ത് പറയുക? മസലുനൂർ, അള്ളാഹു ഉദാഹരണം പറഞ്ഞുതരാണ്. നേരെ പറഞ്ഞാൽ മതി, ഉദാഹരണമാക്കി പറഞ്ഞുതരാണ്. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ് ഈ വിഷയത്തിന്റെ തിളക്കം? അത് ഞാൻ മനസ്സിലാക്കി. ഇന്നല്ലാഹ, അല്ലാഹു തആല പറയാണ്, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അള്ളാഹു ജനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പക്ഷേ നേർക്കുനേരെ പറഞ്ഞാൽ മനസ്സിലാവുന്നതിലേറെ ഉദാഹരണത്തിലൂടെ മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞുതരാം. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹുവിന് എല്ലാം ശരിക്കും അറിയാം. എങ്ങനെ പറഞ്ഞുതരേണ്ടത്? നേരെ പറഞ്ഞുതരണോ, തെളിയിച്ചു പറഞ്ഞുതരണോ, ഉദാഹരണം വരണോ? ഇതൊക്കെ അള്ളാഹുവിനറിയാം. പക്ഷെ അള്ളാഹു അവന്റെ ദീനിന്റെ നിയമങ്ങൾ അങ്ങനെ പറഞ്ഞ്, വ്യഭിചാരം പോലെയുള്ള കുറ്റങ്ങളും അത് പോകരുത്, പാടില്ല, കണ്ണു ചിമ്മണം, വീട്ടിൽ കയറുമ്പോ സലാം പറയണം, സമ്മതം ചോദിക്കണം, മക്കൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം, വിവാഹം ചെയ്യുമ്പോ സമ്പത്ത് നോക്കി ഒഴിവാക്കല്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നൂറാണ്. ഇതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിന് പ്രകാശം കിട്ടാൻ അള്ളാഹു ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചത്, നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനല്ല. മിൻ ഷജറത്തിൻ മുബാറക, ഏതാണ് ഈ ബറക്കത്തുള്ള വൃക്ഷം? സൈതൂന ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അത് കിഴക്ക് ഭാഗത്തുള്ളതല്ല, പടിഞ്ഞാറ് ഭാഗത്തും ഉള്ളതല്ല. കിഴക്ക് ഭാഗത്തുള്ളത് എന്ന് പറഞ്ഞാൽ കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന ആ വെളിച്ചം മാത്രമേ ഇതിന് കിട്ടുള്ളൂ. അതൊരു താഴ്ചയിലാണ്. പടിഞ്ഞാറോട്ട് വരുമ്പോൾ ഇതിന് കിട്ടൂല. അല്ലെങ്കിൽ ഒരു മതിലുണ്ട്, കിഴക്ക് ഈ സൂര്യന്റെ വെളിച്ചം എവിടുന്നേ കിട്ടുള്ളൂ, സൂര്യൻ പടിഞ്ഞാറെന്ന് വരുമ്പോ ഈ മറയിൽ അതിന് കിട്ടൂല. അത് ശർഖിയ്യത്താണ്. ഇനി ഗർബിയ്യ, ഇവിടെയാണ് അത് ചെടി കിടക്കുന്നത്. സൂര്യപ്രകാശം ഉച്ചയോളം വരുമ്പോഴും പ്രകാശം കിട്ടുന്നില്ല. നട്ടുച്ചക്കും അതിന്റെ ശേഷം കിട്ടുന്ന വെളിച്ചം ഇതിന് കിട്ടുന്നുള്ളൂ. അപ്പൊ അതിന്റെ പ്രഭ കുറയും. നല്ല വെളിച്ചം കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടണം. അപ്പോഴേ ചെടികൾക്ക് ഏറ്റവും നല്ല പോഷണം ഉണ്ടാവുകയുള്ളൂ. അതുകൂടെ നമ്മൾ പഠിക്കണം. നമ്മൾ എത്രയും പവറുള്ള ബൾബിട്ടെടുത്തിട്ടൊന്നും ചെടികൾ വളരൂല. അതിന് സൂര്യപ്രകാശം തന്നെ വേണം. അതിന്റെ ഫോട്ടോസിന്തസിസ് അത് നടക്കുന്നത് സൗരോർജം കൊണ്ടാണ്. ഈ ആയത്തൊക്കെ തഫ്സീർ ചെയ്യുമ്പോൾ ഉലമാ എന്തൊക്കെ പറയുന്നുണ്ട്? ആധുനിക ഉലമാക്കളൊക്കെ പറയുന്നത്, അള്ളാഹുവിന്റെ സൂര്യൻ, നമ്മൾ 2 റൂമിലെ ലൈറ്റ് കത്തിച്ചതിന്റെ ബില്ലാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലായി കൊടുക്കുന്നത്. 2 റൂമോ 3 റൂമോ കത്തിക്കുന്നത്. എന്നാ തന്നെ നമ്മുടെ നാട്ടിൽ 10 പൈസ കൂട്ടിയാ എന്താ ഒച്ചപ്പാട്? നമ്മൾ എത്ര കത്തിച്ചിട്ടുള്ളൂ? വളരെ ചെറിയൊരു സ്ഥലം. അത് കത്തിക്കാൻ ചെലവായ ഊർജത്തിന്റെ
ആ ചെലവാണ് നമുക്ക് ബില്ലായിട്ട് തന്നത്. ഇവിടെയും കൊടുക്കണില്ല നമ്മളൊക്കെ റൂമിന്റെ ബില്ല് അല്ലേ? ബാച്ചിലർ റൂമിലൊക്കെ നമുക്ക് റൂം ബില്ല് വരുമ്പോ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് 10 പൈസ കൂടിയോ, ഇവിടെ ഇവനായിരിക്കും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ ബില്ല് കൊടുക്കാൻ നേരത്ത് കണക്ക് എങ്ങനെയും കൂട്ടി ശരിയല്ല. ഒരാൾ 10 പൈസ ഏറെ കൊടുക്കേണ്ടി വരും. 10 പൈസ മുറിക്കാൻ വയ്യല്ലോ, അത് ഞാൻ കൊടുക്കൂല. എന്താ അള്ളാഹു ഈ ലോകം മുഴുവനും പ്രകാശിപ്പിക്കുന്ന സൂര്യൻ ഇവിടെ വരുത്തുന്ന ഊർജം എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് റോട്ട് കണ്ട് ഇറങ്ങിയ എന്താ പ്രകാശം, ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കത്തിക്കുന്നതിന്റെ ചെലവ് എത്രയാണ്? അള്ളാഹുന് കത്തിക്കുമ്പോ എത്ര കൊല്ലങ്ങളായി, നൂറ്റാണ്ടുകളായില്ലേ ഇത് കത്തുന്നത്? നമ്മൾ ഒരു ദിവസം ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ്. ഇതിന്റെ മഅന മനസ്സിലാവണമെങ്കിൽ അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് നമ്മൾ ചിന്തിക്കണം. എന്താണ് അള്ളാഹുവിന്റെ ഈ സൂര്യൻ? വല്ല വോൾട്ടേജും കുറയുന്നുണ്ടോ സൂര്യന്? ഇന്ന് കുറേ പ്രകാശം, നാളെ വളരെ ഡിം അല്ല, അത് അതേപോലെ. ഇങ്ങനെയാണിത്. അള്ളാഹുവിന്റെ ഹിക്മത്ത് കൊണ്ടല്ലാതെ മനുഷ്യന് ഇത് ചെയ്യാൻ പറ്റുമോ? ഊർജം തീർന്നു പോയോ സൂര്യന്? ഇല്ല. ലിമുസ്തഖറിൻ ലഹ, അല്ലാഹ് കണക്കാക്കിയ ഒരു സമയം വരെ ഇതിങ്ങനെ തന്നെ തുടരും. അപ്പോൾ അല്ലാഹു തആല ഇദശംസു കുവ്വിറത്, സൂര്യന്റെ കോലം മാറ്റും. അതുവരെ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. എല്ലാം അറിയുന്ന, എങ്ങനെ സംവിധാനിക്കണമെന്നറിയുന്ന അല്ലാഹുവാ സൂര്യനെ നടത്തുന്നത്. ആ സൂര്യനില്ലെങ്കിൽ ചെടികളുണ്ടോ? ഇല്ല. ആ സൂര്യന്റെ അകലമൊന്ന് ഭൂമിയിൽ നിന്ന് കൂടിയാൽ നമ്മൾ തണുത്തുറച്ചു പോകും. സൂര്യൻ കുറച്ചുകൊണ്ട് അടുത്തേക്ക് വന്നാൽ വെന്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. യാ അല്ലാഹ്, അതിന്റെ ഡിസ്റ്റൻസ് ഭയങ്കരമാണ്. ഇതൊക്കെ മനുഷ്യൻ പറയും, യുക്തിവാദി പറയും, ഇതൊക്കെ അങ്ങനെ ഉണ്ടായി. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്ന വാക്കുകൾ? അള്ളാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കുന്ന ഈ വാക്ക് കേട്ടിട്ട് ആകാശത്തിന് ഇടിഞ്ഞു വീഴാൻ തോന്നുമാറായിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ? ഇത് പ്രപഞ്ചത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ജല്ല ജലാലു പറയാണ്, ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, ഇത് പാശ്ചാത്യമല്ല, പൗരസ്ത്യമല്ല. ഒന്നുകിൽ അത് ദുന്യാവിന്റെ വൃക്ഷമല്ല എന്ന് തന്നെ പ്രബലമായ അഭിപ്രായം അതാണ്. ഈ ഉദാഹരണം പറയുന്ന വൃക്ഷം ദുന്യാവിലേതല്ല. എവിടെന്നാ അത് കിട്ടുന്നത്? ആകാശ ലോകത്ത് നിന്ന് വരുന്ന വഹിയാണ് പരിശുദ്ധ ശരീഅത്ത്. ആരാ കൊണ്ടുവരുന്നത്? നസല ബിഹിർ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുന്ന് കൊണ്ടുവന്ന ആകാശ ലോകവുമായി ബന്ധിക്കുന്ന വിഷയമാണിത്. ശരീഅത്ത് ആകാശ ലോകവുമായി ബന്ധിക്കുന്ന വിഷയമാണ്. ഇത് ഭൂമിയിൽ നിന്നുണ്ടായതല്ല, ശർഖിയ്യത്തല്ല, പൗരസ്ത്യമല്ല, പാശ്ചാത്യമല്ല. നോക്കണം, അന്നത്തെ കാലത്തൊന്നും പടിഞ്ഞാറ്, നമ്മളൊക്കെ ഇന്ന് പറയില്ലേ പാശ്ചാത്യന്മാർ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയില്ലേ, പാശ്ചാത്യ ലോകത്ത് അങ്ങനെ. ആ ഒരു അമേരിക്ക നമുക്ക് പറയാനുള്ളൂ. അമേരിക്കയിൽ വേറെ നാടൊന്നും ദുനിയാവിലില്ല. ഈ അതൊക്കെ പടിഞ്ഞാറൻ പ്രദേശങ്ങളാണ്. നമ്മളൊക്കെ ഇന്ത്യക്കാർ ആ ഭാഗം ഈസ്റ്റേൺ, ഫാർ ഈസ്റ്റേൺ, ജപ്പാൻ ആ ഭാഗം ഫാർ ഈസ്റ്റേൺ, നമ്മളൊക്കെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണ്. നമ്മളിങ്ങനെ ഈ മിഡിലായി പോയത് ഇംഗ്ലീഷുകാരന്റെ കണക്കിൽ നമ്മൾ മിഡിലാണ് എന്നാണ്. അല്ലാതെ എന്ത് മിഡിൽ? യൂറോപ്പുകാരൻ കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് ആണ്. അവർക്ക് ജപ്പാനും ഇന്തോനേഷ്യയും ആ ഭാഗമൊക്കെ ഫാർ ഈസ്റ്റ് ആണ്. നമ്മളൊക്കെ ഈസ്റ്റേൺ രാജ്യക്കാരാണ്, കിഴക്കുകാരാണ്. പടിഞ്ഞാറ് യൂറോപ്പ് ആ ഭാഗം, അമേരിക്ക, കാനഡ ആ ഭാഗങ്ങളൊക്കെ പടിഞ്ഞാറ് ഭാഗം. ഈ ഈസ്റ്റും പടിഞ്ഞാറും, അങ്ങനെ ഒരു ഈസ്റ്റും വെസ്റ്റും അങ്ങനെ ഒരു കാലഗണന മുമ്പില്ല. ഭയങ്കരമായ ഒരു ഹിക്മത്ത് പറയുന്ന വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഖുർആനിന്റെ ഒരു അത്ഭുതമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് മുമ്പില്ല. അന്നവർക്ക് ആകെ എന്തുള്ളൂ? അറേബ്യൻ രാജ്യത്ത് നിന്ന് അവർ കപ്പൽ കയറി പോകുന്നു, അവർ ഇന്ത്യയിൽ പോകുന്നു, ചൈനയിൽ പോകുന്നു, ഇന്നത്തെ പാകിസ്ഥാനിന്റെ ഭാഗത്തേക്ക് പോകുന്നു, അവര് ബർമയിലേക്ക്, പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് യാത്ര പോകുന്നു. അവർക്ക് കിഴക്കും പടിഞ്ഞാറൊന്നുമില്ല, അവർ പോകാൻ. ഹുനൂദ്, ഇന്ത്യക്കാർ, ഹിന്ദെന്ന് അവർ വിളിക്കും ഇന്ത്യക്കാരെ സംബന്ധിച്ച്, അല്ലേ? നബത്തികൾ ഒരു വിഭാഗം കച്ചവടക്കാർ, ഷാമിന്റെ ആ ഭാഗത്ത് ജീവിച്ച കച്ചവടക്കാർ. ഈജിപ്തുകാർ അവരങ്ങനെ വിളിക്കുള്ളൂ. ഹബശികൾ, എത്യോപ്യക്കാർ നാടേ വിളിക്കുള്ളൂ. ഭൂമിയുടെ കിഴക്കുള്ളവർ, ഭൂമിയുടെ പടിഞ്ഞാറ്, ഇങ്ങനൊരു സങ്കല്പം ആദ്യകാലങ്ങളില്ല. പക്ഷേ കാലം മുന്നോട്ട് ചെല്ലുമ്പോ മനുഷ്യന്റെ സംസ്കാരവും മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയും ഉന്നതിയിലേക്ക് വരുമ്പോ മനുഷ്യൻ ഭൂമിയുടെ ഗതികൾ മനസ്സിലാക്കുകയും ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമായി മനുഷ്യനെ വേർതിരിക്കും. അങ്ങനെ
അല്ലാമ ഇഖ്ബാലിന്റെ രസകരമായ ഒരു കവിത ഉണ്ട്. അദ്ദേഹം പറയുന്നു, അള്ളാഹു ഭൂമിയെ അത് കവിതയാണ്, അങ്ങനെ തന്നെ മനസ്സിലായി, ഹദീസ് അല്ലട്ടോ ഞാൻ ഈ പറയുന്നത്, കവിതയാണ്. അദ്ദേഹം പറയാൻ, അള്ളാഹു ഭൂമിയെ കിഴക്കും പടിഞ്ഞാറും ആക്കി തിരിച്ചു. കിഴക്ക് അള്ളാഹു കൊടുത്തു, പടിഞ്ഞാറ് ഇബ്ലീസിനും കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം കവിതയെ പറഞ്ഞതാണ്. അവിടുത്തെ ചേലുംകോലം മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞതാ, പടിഞ്ഞാറ് ഇബ്ലീസ് എടുത്തു, കിഴക്ക് അള്ളാഹു എടുത്തു. എല്ലാം അള്ളാഹുവിനുള്ള തന്നെ കേട്ടോ. ഞാൻ ആ വിഷയം വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അസ്തഗ്ഫിറുല്ലാഹ്, തെറ്റാണെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അള്ളാഹുവിന്റെ റസൂലാകുന്ന ഈ വൃക്ഷം കിഴക്കുള്ളതല്ല പടിഞ്ഞാറുമുള്ളതല്ല, ഇത് റബ്ബാനിയാണ്. ഇസ്ലാം എന്നത് കിഴക്കുകാർക്കുള്ള മതമാണ്, ഞങ്ങൾ പാശ്ചാത്യർക്ക് ഇത് ബാധകമല്ലെന്ന് മനുഷ്യൻ പറയരുത്. അള്ളാഹു പഠിപ്പിക്കാൻ, ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, ഇത് കിഴക്കുകാരന്റെ മാത്രമുള്ളതല്ല പടിഞ്ഞാറുകാരന്റെ മാത്രവുമുള്ളതല്ല. ഇത് ലാ ശർഖിയ്യ വലാ ഗർബിയ്യ, ഇത് സമാവിയാണ്. ആകാശ ലോകത്ത് അള്ളാഹു ഇറക്കിയ ദീനാണ്. ആ ദീൻ വന്നതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ എന്ന ഷജറത്തുൻ മുബാറകത്തിലേക്ക്. യാ അല്ലാഹ്, ഇത് ഇസ്ലാം ആഗോളമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. പടിഞ്ഞാറുകാർക്ക് മാത്രം മതങ്ങൾ, അവിടെയാണ് ഹിന്ദുമതം, അവിടെയാണ് ബുദ്ധമതം. അതുകൊണ്ട് ഈസ്റ്റേൺ രാജ്യക്കാരൊക്കെ മതക്കാർ, ഞങ്ങൾ വെസ്റ്റേൺ, ഞങ്ങൾ പിശാചിന്റെ ആൾക്കാർ. ഇത് പറയല്ലേ, ഇസ്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇങ്ങനെ ഒരു ആശയം കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മൻഹജിലൂടെ പിൻഗാമികൾക്ക് മനസ്സിലാക്കാൻ അള്ളാഹു ഈ വാക്ക് പ്രയോഗിച്ചത് നോക്കൂ, എന്തൊരു അത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, ഇത് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞ് തട്ടിക്കളിക്കല്ല, ഇത് നിനക്കുള്ളതാണ്. അല്ലാഹു തആല തലച്ചോറെന്ന് പറഞ്ഞയച്ച മുഴുവൻ മനുഷ്യനുമുള്ളതാണ് അല്ലാഹുവിന്റെ ദീൻ. അതുകൊണ്ട് അല്ലാഹു ഒരു വിഷയം ഹറാമാക്കിയാൽ ആ വിഷയം ഹറാം തന്നെ. അത് പടിഞ്ഞാറുകാരന് ഹലാൽ, കിഴക്കുകാരന് ഹറാം, ഇങ്ങനെ ഇല്ല. വലിയ ഹറാമാണോ? ലോകം മുഴുവനും അത് ഹറാമാണ്. മദ്യം ഹറാമാണോ? എല്ലാ കാലത്തും അത് ഹറാമാണ്. വ്യഭിചാരം ഹറാം, എല്ലായിടത്തും എല്ലാ കാലക്കാർക്കും. പന്നിമാംസം ഹറാം, ഹറാം തന്നെ. സൂപ്പർ മാർക്കറ്റിൽ എഴുതി വെക്കും നോൺ മുസ്ലിംസ് ഓൺലി, അല്ല, എല്ലാവർക്കും ഇത് ഹറാം തന്നെ. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ് അല്ലെ. പന്നിമാംസം വെച്ചിട്ട് എഴുതി വെക്കൂലേ, ഇവിടെ മുസ്ലിംസ് കടക്കണ്ട. സുബ്ഹാനല്ലാഹ്. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, ദീനിനെ സംബന്ധിച്ച് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സംസ്കാരം വരാനുണ്ടെന്ന് അല്ലാഹു ജല്ല ജലാലുവിന് അറിയാം. ഇന്ന് അങ്ങനെയല്ലേ, ഇന്ന് ലോകത്ത് അങ്ങനെ കാഴ്ചപ്പാട്, ഈസ്റ്റ് വെസ്റ്റ് അത്രേ ഉള്ളൂ. നോർത്തും സൗത്തും ഒന്നും പറയില്ല, അങ്ങനെ ഒരു കോമ്പറ്റീഷനും ഇല്ല ലോകത്ത്. നോർത്തും സൗത്തും തമ്മിൽ ആകെ ഈസ്റ്റും വെസ്റ്റും തമ്മിലെ കോമ്പറ്റീഷൻ ഉള്ളൂ. ഈസ്റ്റ് എങ്ങനെ, വെസ്റ്റ് എങ്ങനെ. സുബ്ഹാനല്ലാഹ്. ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അല്ലാഹുവിന്റെ പ്രയോഗവും അങ്ങനെ തന്നെ. യാ അല്ലാഹ്, സുബ്ഹാനക യാ അല്ലാഹുവേ, നിന്റെ വാക്കുകൾ, നിന്റെ കലാം അപാരമാണ് തമ്പുരാനെ. എല്ലാ കാലക്കാർക്കും അത് ആ കാലക്കാർക്ക് അല്ലാഹു മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കുകയാണ്. ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് എന്തെല്ലാം ഇനി വരാനുള്ള കാലക്കാർക്ക് അല്ലാഹു മനസ്സിലാക്കി കൊടുക്കാനിരിക്കുന്നു. നമുക്ക് ഇത്ര ആവശ്യമുള്ളതുകൊണ്ട് അല്ലാഹു ഇത്ര തരും. ഇത് എന്റെ ഇൽമാണ്. ഏറ്റവും വിവരം കുറഞ്ഞ ഒരാൾ, ഒരു മുതഅല്ലിം എന്ന നിലയ്ക്ക് ഞാൻ പഠിച്ച എന്റെ ചെറിയ അറിവാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ആലിം വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ ഈ പറഞ്ഞതൊന്നും ഒന്നുമല്ല, ഇവിടെ ഒരുപാട് പറയാനുണ്ട് അവർക്ക്. ഈ ആയത്തിന് ഇത്ര അർത്ഥമുള്ളത് മനസ്സിലാക്കല്ല, എനിക്ക് ഈ പറയുന്ന ഉസ്താദിന് ഇത്ര മനസ്സിലായിട്ടുള്ളൂ എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. അള്ളാന്റെ കലാമിന്റെ അർത്ഥം ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കല്ല, അത് അപാരമാണ്. അത് ഓരോരുത്തർക്കും അള്ളാന്റെ കിതാബിൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള ഫഹ്മ് അവരവർക്കുള്ള നൂറനുസരിച്ച് അള്ളാഹു കൊടുക്കുകയാണ്. ചിലർക്ക് ഒരുപാട് കൊടുക്കും. കോടാനക്കോടി ആലിമീങ്ങൾ ഖുർആൻ തഫ്സീർ എഴുതി, ഇപ്പോഴും എഴുതന്നെയാണ്, ഇനിയും എഴുതന്നെയാണ്. എന്നാ പിന്നെ പോരാ, പുതിയ പുതിയ ആശയങ്ങൾ ഒരുപാട് കിട്ടാനുണ്ട്. എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, ഇനിയും തഫ്സീറുകൾ വന്നുകൊണ്ടിരിക്കുക, ഖിയാമത്ത് നാൾ വരെ വരും. ഉമ്മഹാത്തു തഫാസീർ ഉണ്ട്, അത് പോരാ, തഫാസീറുകൾ കൂടിക്കൊണ്ടുവരിക. എന്റെ ആലിമീങ്ങൾക്ക് അല്ലാഹു ഖുർആന്റെ ഫഹ്മ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ വർദ്ധിക്കുകയാണ്. ഇത് നമുക്ക് കിട്ടുന്ന നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഖൽബിന്റെ നൂറ് എത്രയുണ്ടോ അതിന്റെ തോതനുസരിച്ച് അല്ലാഹു തരികയാണ്. അല്ലാഹു നമുക്കത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ അധ്വാനിച്ചാലും ദുനിയാവിൽ ആകെ കിട്ടുന്ന ഇൽമ എത്രേ. ആ ചെറിയ പക്ഷി വലിയ കടലിൽ കൊത്തിയിട്ട് അതിന്റെ കൊക്കിൽ ലേശം വെള്ളം കണ്ടില്ലേ? ഖിദർ നബി അലൈഹിസ്സലാം മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോകുമ്പോ ആ കപ്പലിന്റെ തെല്ലത്ത് ഇങ്ങനെ ഒരു പക്ഷി വന്നിരുന്നു, ഒന്നിങ്ങനെ കൊത്തി നോക്കണം. ആ പക്ഷി അള്ളാഹു അവിടെ പറഞ്ഞയച്ചതാണ്. ഈ യാത്രയാണെങ്കിലോ മൂസ നബി അലൈഹിസ്സലാമിനെക്കാളും ആലിമായ ഒരാൾ വേറുണ്ട് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു യാത്ര പുറപ്പെടുവിപ്പിച്ചത് കരീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ.
ആരുടെ കൂടെ? നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കൂടെ. ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്ന സംഭവമൊക്കെ സൂറത്തുൽ കഹ്ഫിലുണ്ട്. ആ പക്ഷി ഇങ്ങനെ കുത്തിയപ്പോ യാ മൂസ ഇബ്നു ഇമ്രാൻ, മൂസ നബിയെ ഈ പക്ഷി ഇങ്ങനെ കുത്തിയത് നിങ്ങൾ കണ്ടോ? കണ്ടു. ആ പക്ഷിന്റെ വായിലെ വെള്ളം കണ്ടില്ലേ? ഈ കടലിലെ വെള്ളം എത്രയാണെന്ന് കണ്ടോ? നമ്മൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും കിട്ടുന്ന ഇൽമ്, ഈ കൊക്കിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇൽമ് അത്രേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ ബഹർ അള്ളാഹുവിന്റെ ഇൽമാണെന്ന് മനസ്സിലാക്കിക്കോളീൻ. ആര് പറയുന്നു? ഖിദ്ർ നബി അലൈഹിസ്സലാം. എപ്പോ? ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാൽ. നമ്മൾ നമ്മുടെ ജോലി തിരക്ക് കഴിഞ്ഞ് ബാക്കി നേരെ ഇതിന് ഒരുങ്ങണുള്ളൂ അല്ലെ? നമ്മൾ നമ്മുടെ ബാക്കി എല്ലാ തിരക്കും. ഇന്നിപ്പോ എന്തെങ്കിലും ഒരു പാർട്ടി, ഒരാളുടെ ഒരു സെലിബ്രേഷൻ, ഒരു കല്യാണ പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വരുമോ? അതെ, ഇന്ന് ബൈ ബൈ, നാളെ വരട്ടോ, ഇന്ന് നമുക്ക് നല്ല ഫുഡ് കിട്ടാണ്ട്. നമ്മൾ അതൊന്നൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള നേരം നമ്മൾ കിട്ടുന്ന ഇൽമ് ഇപ്പൊ എന്തതിനെ പറ്റി പറയാ? ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച കിട്ടുന്നത് ഇത്രയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇൽമിന്റെ വിഷയം അത്രേ ഉള്ളൂ. നമ്മൾക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കൽ വലിയ ഇൽമാണ്. അതുകൊണ്ട് അല്ലാഹു സൂറത്തുൽ ബഖറ തുടങ്ങിയപ്പോൾ പറഞ്ഞത് അലിഫ് ലാം മീം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി. അപ്പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാഹുവേ അറിയുള്ളൂ. എന്നിട്ടാ പറയണത് ദാലികൽ കിതാബുൽ റൈബ്. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അലിഫ് ലാം മീം മനസ്സിലായില്ല. എന്തിനാണ് മനസ്സിലാവാത്തത് അല്ലാഹു തുടക്കത്തിൽ കൊണ്ടുവച്ചത്? നിനക്കറിയില്ല എന്നറിയുന്നിടത്ത് നിന്നാണ് നിന്റെ ഇൽമ് ആരംഭിക്കേണ്ടത്. എനിക്കൊന്നും അറിയില്ല പടച്ചോനെ, അല്ലാഹു അഅലമു ബിമുറാദിഹി. ഇതിന്റെ ഉദ്ദേശം അല്ലാഹുവേ തന്നെ അറിയുള്ളൂ. അല്ലാഹു അഅലമു ബിമുറാദിഹി. ഇത് മനസ്സിലാവാതെ ഖുർആനിലേക്ക് കടന്നിട്ട് കാര്യമില്ല. എനിക്കിതിനേക്കാളും വിവരം ഉണ്ടല്ലോ, ഞാൻ സയൻസിൽ PG ചെയ്ത ആളല്ലേ, ഞാൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഖുർആനിലേക്ക് കടക്കല്ല. നിനക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഖുർആനിലേക്ക് കടക്ക്. അപ്പൊ നിനക്ക് ഫഹ്മുണ്ടോ? അലിഫ് ലാം മീം. അത്ഭുതമാണ്. അവരുടെ വിഷയം തന്നെ എത്രയാണ് മുഫസ്സിരീങ്ങൾ തഫ്സീർ ചെയ്തത്. ഒന്നും അറിയില്ല എന്ന് മനുഷ്യൻ അറിയണം. അല്ലാഹു അഅലം ബിമുറാദിഹി ബിഹി. അല്ലാഹു നമുക്ക് ഇൽമ നൽകുമാറാകട്ടെ. യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലാകുന്ന വൃക്ഷം, അതിന്റെ എണ്ണ, ആ എണ്ണക്കു തന്നെ പ്രകാശമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് തന്നെ പ്രകാശമുണ്ട്. വലൗ ലം തംസസ്ഹു നാർ. അല്ലാഹുവിന്റെ വഹി വന്നില്ലെങ്കിൽ തന്നെ പ്രകാശിക്കുമാറായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ എങ്ങനെ അപ്പറഞ്ഞത്? തങ്ങൾ അൽ അമീൻ അല്ലേ? തങ്ങൾ അൽ അമീൻ അല്ലേ എന്നാണ് തങ്ങൾക്ക് അൽ അമീൻ, ട്രസ്റ്റ് വർത്തി, ഏറ്റവും നല്ല സത്യസന്ധൻ എന്ന പേര് കിട്ടുന്നത് എപ്പോഴാ? ലോകത്തെ ഏറ്റവും കൂടുതൽ ബൽഗുറി നടത്തിയിരുന്ന ഒരു കാലക്കാർ, ഈ വഴിയിൽ ആളുകളെ അസർപ്പ് ചെയ്തിരുന്ന, കൊള്ളയടിച്ചിരുന്ന കൊള്ളക്കാർ ജീവിച്ചിരുന്ന കാലത്താണ് തങ്ങൾക്ക് അൽ അമീൻ എന്ന് നാട്ടുകാർ മുഴുവനും പേരിട്ടത്. ഏറ്റവും നല്ല സത്യസന്ധൻ. അന്നെ തങ്ങൾ പ്രകാശിക്കുകയാണ്. അബൂ ത്വാലിബ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കിടക്കുമ്പോ രാത്രി തപ്പി നോക്കുമ്പോ തങ്ങളെ കാണുന്നില്ല. അപ്പോ അബൂ ത്വാലിബ്, അവർ കഅബന്റെ അടുത്താണ് അവരുടെ വീട്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഒക്കെ താമസിച്ച കഅബന്റെ പരിസരത്താണ്. തങ്ങൾക്ക് മേറാജ് ഉണ്ടായതൊക്കെ അവിടെ നിന്നാണല്ലോ. അബൂ ത്വാലിബ് ഉള്ള സമയം മോനെ കാണുന്നില്ല. തങ്ങളെ വളർത്തിയതാണ് അബൂ ത്വാലിബ് എന്നവർ. യതീമായ അങ്ങേക്കുള്ള മഅവ, സങ്കേതമായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് അങ്ങേക്ക് സങ്കേതമായി നാം നൽകിയതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അബൂ ത്വാലിബ് എന്നവരെ വിരിപ്പിന്ന് എഴുന്നേറ്റ് ഓടി വരും. യാ മുഹമ്മദ്, നിങ്ങൾ എവിടെ മോനെ, നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞ അബൂ ത്വാലിബ് കഅബന്റെ ചുറ്റും കടന്നോടും. രാത്രി പരന്റെ ഉള്ളിൽ കാണുന്നില്ല അല്ലാഹുവിന്റെ റസൂലിനെ. കുട്ടിയായിരുന്ന നബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കഴിഞ്ഞ് ഇനി നാളെ രാവിലെ തെരഞ്ഞു നോക്കാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ തങ്ങൾ അവിടെ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. മുഹമ്മദ്, നിങ്ങൾ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇവിടെ പോയിട്ടില്ലല്ലോ. തങ്ങൾ അറിയാതെ അല്ലാഹുവിന്റെ റസൂലിനെ മാലാഖമാർ കൊണ്ടുപോകുന്നത് ആർക്കറിയാം? അബൂ ത്വാലിബ് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവസാന നേരത്തും ഷഹാദത്ത് ഉറക്കെ പറയാൻ സമ്മതിക്കാതെ വിസമ്മതിച്ചുകൊണ്ട് അബൂ ത്വാലിബ് എന്നവരെ പറഞ്ഞത് വലഖദ് അലിംതു. ഇൽമുണ്ട്, എനിക്ക് ശരിക്ക് ബോധിച്ചിട്ടുണ്ട് എന്നർത്ഥം. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗല الملامة واحذار مسبتي لوجدتني سمحا بذاك مبينا. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഹഖാണ്.
എനിക്ക് ഉറപ്പാണ് ഇത് ഹക്കാണ്. പക്ഷേ ഞാനിത് പറഞ്ഞാൽ എന്റെ നേതാക്കന്മാർ എന്നെ ചീത്ത പറയൂലേ, അതുകൊണ്ട് ഞാൻ പറയണില്ല. അബൂ ത്വാലിബിന് അറിയാം തങ്ങളിൽ അത്ഭുതമുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ കൂട്ടുകാരികളോടൊപ്പം ജാഹിലിയ്യ കാലത്ത് വിവസ്ത്രരായി തവാഫ് ചെയ്യുമ്പോഴ ഒരു വൃദ്ധനായ മനുഷ്യൻ, പെൺകുട്ടികളെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഒരു നല്ല നബി വരാൻ നേരായിട്ടുണ്ട് കേട്ടോ, കഴിയുമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ നബിന്റെ ഭാര്യയാവാൻ നോക്കിക്കൂളി കേട്ടോ. അങ്ങനെ നോക്കി നടന്ന് കണ്ടുപിടിച്ചതാണ് ഖദീജ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. സിറിയയിലേക്ക് പോവാണ് അബൂ ത്വാലിബ് എന്നവരുടെ കൂടെ. ബുസ്റ, ഷാമിന്റെ പരിസരത്തുള്ള പ്രദേശമാണ് ബുസ്റ. അവിടെ ബസ്റ ഇറാഖിലാണ്, ബുസ്റ ഷാമിലാണ്, സിറിയയിലാണ്. ബുസ്റയിലെത്തിയപ്പോൾ ബഹീറ എന്ന് പറയുന്ന ജൂതനായ പണ്ഡിതൻ പറഞ്ഞത്, അബൂ ത്വാലിബ് ഈ കുട്ടി നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം. ഇതൊക്കെ മുത്തവാത്തിറായ സംഭവമല്ലേ, നിഷേധിക്കാൻ പറ്റാത്ത സംഭവങ്ങളല്ലേ. ഈ കുട്ടിയെ ജൂതന്മാർ കണ്ടാൽ തിരിച്ചറിയും, ഇത് അന്ത്യപ്രവാചകനാണ്, ഈ കുട്ടി അവർ കൊല്ലും, അതുകൊണ്ട് തിരിച്ചു പോകണം മക്കയിലേക്ക്. ബുസ്റയിലെത്തിയിട്ട് നോക്കണം, എയർപോർട്ടിലെത്തിയിട്ട് വീട്ടിൽ തിരിച്ചു പോകുന്ന പോലെയല്ലത്. മക്കയിൽ നിന്ന് പുറപ്പെട്ട യാത്രാ സംഘം ഡമസ്കസിലേക്ക് എത്താറായപ്പോഴാണ് തിരിച്ചു പോകണമെന്ന് പറയുന്നത്. തിരിച്ചു കൊണ്ടുപോകുന്നു. ആർക്കറിയാം ഇതൊക്കെ? അബൂ ത്വാലിബ് എന്നവർക്കറിയാം, സമൂഹത്തിനറിയാം. അല്ലാഹുവിന്റെ വഹി വരുന്നതിന്റെ മുമ്പേ പ്രകാശിക്കുന്ന, പ്രകാശമുള്ള, അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന എണ്ണ പോലെ ഉള്ള സൈതൂനത്തിന്റെ അസ്ലിൽ നിന്നാണ് ഈ ഇൽമു ശരീഅത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും മുഅ്മിനീങ്ങളെ കുറിച്ചും ഇൽമിനെ കുറിച്ചും അല്ലാഹു തന്ന ഈ മനോഹരമായ ഉദാഹരണം. അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന സംസ്കാരമുള്ള ഹബീബായ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു വഹ്യ് കൂടെ അങ്ങോട്ട് നൽകുന്നത്. നൂർ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. ഇനി എന്താ? സോനെ പെർ സുഹാഗ എന്ന് പറഞ്ഞ പോലെ പ്രകാശത്തിനുമേൽ പ്രകാശം. സ്വയമേ പ്രകാശമുള്ള ഹബീബായ റസൂലുള്ളാഹി അവർക്കുമേൽ വഹയിന്റെ പ്രകാശം കൂടെ അല്ലാഹു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. ഈ പ്രകാശം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം കൂടെ വേണം. മുസ്ലിം ആവുക എന്ന് പറഞ്ഞ ചില്ലറ ഏർപ്പാടല്ല എന്ന് അല്ലാഹു മനസ്സിലാക്കി തരികയാണ്. ഇങ്ങനെയുള്ള പ്രകാശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചരിത്രത്തിനറിയാം, ലോക പണ്ഡിതന്മാർക്കറിയാം, മുസ്ലിമിനും അമുസ്ലിമിനും അറിയാം. പക്ഷേ ആ ഹിദായത്ത് കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ തീരുമാനം കൂടെ വേണം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വല്ലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഉസ്താദുമാരോ മറ്റൊക്കെ പ്രസംഗിക്കുമ്പോ മുസ്ലിം ആവാനുണ്ടായ ഭാഗ്യം ഭയങ്കര ഭാഗ്യാണ്. നമുക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല എന്താണ് ഈ പറയുന്നത്. അത് വലിയ ഭാഗ്യമല്ലേ എന്ന് ഇത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി. നമ്മളെങ്ങാനും മുസ്ലിമീങ്ങളായ ഉമ്മാക്കും വാപ്പാക്കും ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ദീനിനെ ഇങ്ങനെ അടുത്തറിയാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകുമായിരുന്നോ? അങ്ങനെ ആലോചിക്കണം. നിഅമത്തുൽ ഇസ്ലാം വഖഫാ ബിഹാ നിഅമ. ഇസ്ലാം എന്ന ഭാഗ്യം, അതിനേക്കാളും വലിയൊരു ഭാഗ്യം മറ്റെന്തു വേണം? അല്ലാഹു ആ ഈമാനിൽ മരണം വരെ അല്ലാഹു നമ്മെ നിലനിർത്തി തരുമാറാകട്ടെ. എന്തിനാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്? യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ ഈ പ്രകാശം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. ജനങ്ങൾക്ക് അല്ലാഹു ഉദാഹരണം പറഞ്ഞു തരുകയാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു എല്ലാം ശരിക്കും അറിയുന്നവനാണ്. അല്ലാഹു തആല നമ്മുടെ ഉള്ളും പുറവും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അകവും പുറവും അല്ലാഹു വൃത്തിയാക്കി തരുമാറാകട്ടെ. ഈ പ്രകാശം കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആർക്കാണ് അല്ലാഹു ഈ പ്രകാശം നിഷേധിക്കുന്നത്? അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്നവർ, അല്ലാഹു ആർക്കാണ് ഇത് ഉദ്ദേശിക്കാത്തത്? ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ആയത്തുകളിൽ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ഈ പ്രകാശവുമായി ബന്ധിക്കാനുണ്ട്. അത് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വേണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ ഉപകാരപ്പെടുന്നുള്ളൂ. നമ്മൾ ഏറ്റവും നല്ല പ്രകാശത്തിന്റെ ആളുകൾ, ദുനിയാവിൽ ഏറ്റവും നല്ല എളിമയിലും താഴ്മയിലും നല്ല വാക്കുകൾ, അസഭ്യങ്ങൾ പറയാത്തവർ, അനാവശ്യമായി ചറപറാന്ന് സംസാരിച്ച് നടക്കാത്തവർ, നുണയും വഞ്ചനയും ചെയ്യാത്തവർ, അള്ളാഹുവിനെ വഞ്ചിക്കാത്തവർ, സ്വന്തം ഈമാനിനെ വഞ്ചിക്കാത്തവർ, ഇതൊക്കെ ഈ സ്വഭാവത്തിൽ അല്ലാഹു തആല ചർച്ച ചെയ്ത് പഠിപ്പിച്ചു തരാൻ പോവാണ്. അല്ലാഹു തആല നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ
മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു പരിശുദ്ധ ദീനിന്റെ ഇൽമ് അതിന്റെ സോഴ്സിൽ നിന്ന്, അതിന്റെ അർഹതപ്പെട്ടവരിൽ നിന്ന് എമ്പാടും വാരിക്കോരി പഠിക്കാനും അറിയാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബിനെ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഈ ഹിദായത്തിന്റെ കാരണക്കാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഷ്ടപ്പെടുന്ന അനുയായികളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവിടുന്ന് നമ്മെ കണ്ട് സന്തോഷിക്കുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നാളെ നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഈ സദസ്സിലുള്ള ഓരോരുത്തരുടെയും എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. 8 വർഷത്തോളം സമസ്തയുടെ പ്രസിഡന്റായി നേതൃത്വം നൽകിയിരുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗ്ഗലോകത്തെ ഉന്നത ദർജകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അലിമീങ്ങൾ ഒരുപാടുള്ള കാലമാണ്. പ്രസംഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നല്ല ഈണത്തിൽ വാള്, അത് ശബ്ദം കനപ്പിച്ചിട്ടും ഡബിൾ കനപ്പിച്ചിട്ടും വാള് പറയാൻ കഴിയുന്നവർ ഒക്കെ ഇഷ്ടം പോലുള്ള കാലാണ്. പിന്നെ എന്തിനാ നമ്മൾ കാളമ്പാടി ഉസ്താദ് പോയതിൽ വിഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ആലിമീങ്ങൾ നമുക്കില്ല. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഒച്ചപ്പാടുണ്ടാക്കുന്ന ആലിമീങ്ങളുണ്ട്, നമുക്കത് വേണ്ട. അത് ദീനിന് ആവശ്യമില്ല. കാളമ്പാടി ഉസ്താദ് നമുക്കറിയോ? നമുക്ക് ആർക്കും അറിയില്ല. ഉസ്താദ് ആഗ്രഹിച്ചു. ഞാൻ ഇന്നലെ ദുബൈയിലെ ക്ലാസ്സിലായിരുന്നു. അവിടെ KMCC ക്ലാസ് ഉണ്ടായിരുന്നു, സുന്നി സെന്ററിൽ. 2 സുന്നി സെന്ററിന്റെ സലാം ബാക്കബി ഉസ്താദും പറഞ്ഞു, KMCCയിലെ എലൈറ്റിൽ ഇബ്രാഹിം സാഹിബും പറഞ്ഞു, ഹോളി ഖുർആൻ അവാർഡിന് പലതവണ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. ഉസ്താദ് ഒന്ന് പേര് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരാം. ഞാൻ ഇല്ല കുട്ടികളെ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എന്നെ കൊണ്ടോണ്ട. ഇതൊക്കെ ആരാന്ന് പറയാ? എന്നെ വിളിച്ചാ ഞാൻ പോരാ, റെഡി ആയി നിൽക്കുന്ന കാലല്ലേ, ഇന്ന് വിളിച്ചിട്ടേ മതി. കാളമ്പാടി ഉസ്താദ് പറഞ്ഞ വിളിക്കേണ്ട കുട്ടി. പിന്നെ 4 പ്രാവശ്യം ഉസ്താദന്മാർ ചെന്ന് കൊരക്ക് ചെന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വരി, ഹോളി ഖുർആൻ അവാർഡ് ദുബൈ ഔഖാഫിന്റെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം. ഇബ്രാഹിം സാഹിബ് പറയാം, സമ്മതിച്ചില്ല, വരുന്നില്ല. സലാം ബാക്കി ഉസ്താദ് സുന്നി സെന്ററിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. കുട്ടികളെ ഇന്നെ കൊണ്ട് കഴിയില്ല, കുട്ടികളെ ഇന്നെന്തിനാ നിങ്ങൾ വിളിക്കണത്? പിന്നെയും ചോദിച്ചു, കുട്ടികളെ ഇന്നെ കൊണ്ട് എന്നെ പറ്റൂല, നിങ്ങൾ എന്തിനാ എന്നെ ഇടങ്ങാറാക്കണത്? ഇങ്ങനെ താലിമ് പോയതിലാ നമുക്ക് സങ്കടം. ആലിമ്യങ്ങൾ ഒരുപാടുണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ ദീനിന്റെ ആലിം ഏറ്റവും നല്ല സാത്വികർ, നല്ല വിനയവും എളിമയും നല്ല ജീവിതത്തിൽ ലാളിത്യവും ഉണ്ടായിരുന്ന ആലിമ്യങ്ങൾ. അത് നമുക്ക് കുറഞ്ഞു വരികയാണ്, ലോകത്തന്നെ കുറഞ്ഞു വരികയാണ്. പക്ഷേ സമസ്തയുടെ കൂടെ എക്കാലം നിലനിന്നത് അങ്ങനത്തെ ആലിമ്യങ്ങളാണ്. അതാണ് നമ്മൾ സമസ്തയോടൊപ്പം കാണുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് പൈസ ഇല്ല, നമുക്ക് പത്രാസില്ല, അതില്ലാന്ന് ഉറപ്പാണ്. നമ്മുടെ കയ്യിൽ കോടികളില്ല, ഉറപ്പാണ്. നമുക്കുള്ളത് ഈ പച്ചപ്പാവം ആലിമ്യങ്ങൾ. സമസ്തയുടെ പ്രസിഡന്റ് ആയപ്പോഴാണ് നിങ്ങൾക്ക് പ്രസിഡന്റ് നിലക്ക് കാറ് വേണ്ടേ, പലർത്തും പോണ്ടേ? അതൊക്കെ എനിക്കൊരു ഇടങ്ങേറാണ്, അതൊക്കെ ഒരു ഭാരല്ലേ. ആര്? ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞത്. അതൊക്കെ ഒരു ഭാരല്ലേ. എന്നിട്ട് പട്ടിക്കാട് ജാമിഅ നൂരിയ, നമ്മുടെ ഫൈസാബാദ് ഫൈസി ബിരുദം കൊടുക്കുന്ന കോളേജിൽ അവിടെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ദർസ് നടത്തി ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള ഉസ്താദ് പട്ടിക്കാട് നിന്ന് ബസ് കയറി പോണം കരുവാരക്കുണ്ടിലേക്ക്, ബസ്സിന്റെ കമ്പി പിടിച്ചിട്ട്. നമ്മുടെ നാട്ടിലെ ബസ് യാത്ര ആലോചിച്ച് നോക്കി. ഇങ്ങനെ താലിമ് പോയതിലാണ് നമുക്ക് വിഷമം. അതാണ് നമ്മുടെ സങ്കടം. അതാണ് ദീനിന് വേണ്ടത്. ദീനിന്റെ പച്ചയായ ദീനിനെ കാണിക്കുന്ന ആലിം. ദുന്യാവ് പറഞ്ഞ അഭിമാനിക്കുന്നത് ദീനല്ല. ഞാൻ തുറന്നു പറയാൻ, മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാൻ. നമ്മൾ ആരെയും കുറ്റം എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അങ്ങനെ നമുക്ക് ആലിമീങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ഉലമാഇന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. കച്ചവടം മോശമാണ് നമ്മൾ പറയണില്ലേ? ദീനിന്റെ വിഷയത്തിലും ഈ മോശത്തരം സംഭവിക്കുന്നുണ്ട്, നഷ്ടം സംഭവിക്കുന്നുണ്ട്. നന്നാവാൻ വേണ്ടി ദുആ ഇറക്കണം. ദീനിൽ പത്രാസ് പറയരുത്. ഞങ്ങൾക്ക് ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഈ ദീൻ ഒന്നും പഠിച്ചില്ല എന്നതിന്റെ അടയാളമാണ്. ഞങ്ങളെ കയ്യിൽ ഇതില്ലേ, ഈ പറഞ്ഞു തന്നെ തെറ്റല്ലേ? അഹങ്കാരം എന്ന ഒരു അല്പം പാടുണ്ടോ? സാധാരണക്കാരന് പാടുണ്ടോ? ആലിമിന് പാടുണ്ടോ? മുതഅല്ലിമിന് പാടുണ്ടോ? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം കടക്കൂലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്ക, എന്താണ് സമസ്തന്റെ കൂടെ? ഒന്നും കിട്ടൂല സമസ്തന്റെ കൂടെ നിന്നാൽ. ഒന്നും കിട്ടും. ഞാൻ പറഞ്ഞു മുമ്പ് ഒരു ക്ലാസ് ഞാൻ പറഞ്ഞത്, നമ്മൾ KSRTC ബസ് പോലെ ഇങ്ങനെ പോവുകയാണ്. അത് നിർത്തണ്ടോടത്ത് ഡ്രൈവർക്ക് തോന്നിയാ ചവിട്ടും, കയറുണ്ടോ സ്വന്തം ഡോറ് തുറക്കുക, കയറ് ഡോറങ്ങ് അടച്ചളിയുന്ന ഡ്രൈവർ പറയും, ഓൻ തന്നെ ഡോർ അടക്കം ചെയ്യാം. സീറ്റ് ഉണ്ടെങ്കിൽ പോയിരിക്കുക, ആളുണ്ടെങ്കിലും പോകും, ഇല്ലെങ്കിലും പോകും. ഈ ഒരു പോക്കാണ്. നമ്മൾ ആളെ വിളിച്ചൊന്നും തരൂല, ഒന്നും കിട്ടൂല. ഇത് ദീനാണ്, ഇത് ദീനാണ്. സമൂഹത്തിന്റെ അഖീദ, ഇസ്ലാമിന്റെ അഖീദ, അഹ്ലുസുന്ന വൽ ജമാഅ
ഉലമാ താബിഉകളായി കൈമാറി തന്ന ആ പഴയ പാരമ്പര്യം അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാണ് സമസ്തയുടെ ജോലി. ബിസിനസ് സമസ്തയുടെ ജോലിയല്ല. നമ്മുടെ ആലിമീങ്ങൾ അതുകൊണ്ടല്ല കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, കെ ഹസ്രത്ത് അവറുകൾ നവ്വറല്ലാഹു മർഖദ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ഇവരൊക്കെ കഴിഞ്ഞുപോയ വലിയൊരു മിമ്പറാണ്. നമുക്കൊരു ഭാഗ്യല്ലേ അവരൊക്കെ സ്നേഹിച്ചും അവർക്കൊക്കെ ഖിദ്മത്ത് ചെയ്തും അവർക്കൊക്കെ ഒന്ന് ദുആയിരക്കാനൊക്കെ ഭാഗ്യം കിട്ടിയത് ഭാഗ്യല്ലേ മുഅ്മിനെ, നമുക്ക് ഭാഗ്യല്ലേ. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇസ്ലാമക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഇതിലും വലിയൊരു സന്തോഷ വാർത്ത ഞങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ സ്വഹാബി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സ്നേഹിച്ചവരോടൊപ്പമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, ഏത് നടന്മാരെയും നടിമാരെയും കളിക്കാരെയും സ്റ്റാറുകളെയും ഒക്കെ നിങ്ങൾ സ്നേഹിച്ചോളൂ. ആണുങ്ങളെ പെണ്ണുങ്ങളെ കുഴപ്പമില്ല, അവർ എങ്ങോട്ടാ പോണത് അവരുടെ കൂടെ പോകാം. നരകത്തേക്കാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം. അനസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞാൻ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. വ ഉഹിബ്ബു അബൂബക്കറിൻ വ ഉഹിബ്ബു ഉമറ, ഞാൻ അബൂബക്കർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഉമർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. വ ഇല്ലം അമൽ ബി അമാലിഹിം, അവർ ചെയ്തത്ര എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ആലിമീങ്ങളെ പോലെ നമുക്കാവാൻ പറ്റണില്ല. പക്ഷേ ഇതിനോട് നമുക്ക് ബഹുമാനമുണ്ട്, ഇതിനോട് നമുക്ക് സ്നേഹമുണ്ട്. മതി അൻത മഅ മൻ അഹ്ബബ്ത, ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. ഇങ്ങനെ ആലിമീങ്ങൾ പോയതിലാണ് നമ്മൾ ഖേദിക്കുന്നത്, നമ്മൾ സങ്കടപ്പെടുന്ന വിഷമം അതാണ്. ആലിമീങ്ങളുടെ ഒരു കുറവും നമ്മുടെ നാട്ടിലില്ല. ഉണ്ടോ? ഒരു കുറവില്ല. ഇങ്ങനത്തെ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ, അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര വേദനയാണ്. ദീൻ എന്താണ്? ആലിം എങ്ങനെയാ ജീവിക്കേണ്ടത്? എന്താണ് ഇൽമിന്റെ ഭാരം? ഖസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു തംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി. നല്ല പഴങ്ങളുള്ള ഒരു മരം, ഒരു മൂച്ചി, ഒരു മാവ് എന്ന് സങ്കല്പിക്കുക. നല്ല മാങ്ങ ഉണ്ടാകുമ്പോ ആ മാവ് ഇങ്ങനെ ചെരിഞ്ഞു വരും. ആലിമിന് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. താഴേക്ക് നോക്കിയിട്ട് വിനയത്തോടുകൂടെ തലകുനിച്ച് നടക്കുന്നവനാണ് ആലിമെന്ന് ഉലമാ പഠിപ്പിക്കുക. നിവർന്ന് നിന്നിട്ട് എന്തും ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം, ഇതിന് ഇവർക്ക് കഴിയില്ല. കാളമ്പാടി ഉസ്താദിനോടൊക്കെ ഒരു പത്രപ്രവർത്തകർ ചോദിച്ചാൽ വല്ലതും പറയാൻ പറ്റുമോ? എന്താ സ്ത്രീ സംവരണം? ഒന്നും. എന്താ ഈ സംവരണം തന്നെ ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെയാണ്, എന്റെ ഉസ്താദാണ്, എന്റെ ഷെയ്ഖാണ്, മഹാനായ ജൈനുൽ ഉലമ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ്. എനിക്കറിയാം ഉസ്താദിനെ. ഉസ്താദിന്റെ അടുത്ത് പത്രപ്രവർത്തകർ വന്നിരുന്നു. അന്ന് സ്ത്രീ സംവരണത്തിന്റെ വിഷയം വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, കുട്ടികളെ എന്താ ഈ സംവരണം എന്ന് പറഞ്ഞാൽ? അവർക്കത് അറിയില്ല. അവർക്ക് മൊബൈൽ ഓണാക്കാനും ഓഫാക്കാനും വരെ അറിയില്ല. അവര് അതൊന്നും അല്ല അവരുടെ ജീവിതം. അവര് ഇൽമിന് വേണ്ടി വന്നവരാണ്. അവര് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ വന്നത്, ഇൽമ് കെടാതിരിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. പണം നോക്കാനൊക്കെ കൂടെ ബിസിനസ് ചെയ്യില്ലേ? നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ദീൻ എന്താണെന്ന് മനസ്സിലാക്കി, അത് മനസ്സിലാക്കാനുള്ള ബോധം, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ചില ക്ലിപ്പുകളൊക്കെ യൂട്യൂബിലൊക്കെ ഒന്ന് കാണുമ്പോൾ, പടച്ചോനെ ഞങ്ങൾക്ക് ഇത്ര ഉണ്ട് അത്ര ഉണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ടര് അഭിമാനം പറയാം. ദീനിന്റെ ഒരൊറ്റ ഹദീസ് ഓതിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഒരൊറ്റ ഹദീസ് ഞങ്ങൾ ഉഷാറാന്ന് പറയാൻ പാടുണ്ടോ? ഞങ്ങൾ മോശാന്നല്ലേ പറയേണ്ടത് എല്ലാവരും? ഞാൻ നിങ്ങളെക്കാളും മോശക്കാരനാണ്, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ദുആഇന്റെ ഫലം ഞാൻ ദ്വാരന കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളൂ. നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഞാൻ ആരെക്കാളും മേലെയല്ല, ഇങ്ങനെ ചിന്തിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കുന്ന ഇൽമും ആലിമീങ്ങളോ നമുക്ക് വേണ്ടത്. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഭയങ്കര വിഷമുണ്ട്. തലപ്പാവ് കെട്ടി നടക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ആലിമീങ്ങളല്ലേ വിചാരിക്കും. ദീൻ എന്താണെന്ന് അതിന്റെ ആളുകൾ എന്ന് പഠിക്കണം. മഹാനായ അല്ലാമ തുർമുദി റളിയല്ലാഹു അൻഹു ശമാഇൽ തുർമുദി എന്ന് പറയുന്ന ഒരു കിതാബ്, അല്ലാമ തുർമുദി റളിയല്ലാഹു അൻഹു ശമാഇൽ തുർമുദി എന്ന് പറഞ്ഞ കിതാബ് എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം എങ്ങനെയാണ് എന്ന് ആ കിതാബ് പറയുന്നത്. ഹദീസാണ്. തങ്ങളുടെ കണ്ണെന്തായിരുന്നു, തങ്ങളുടെ ചെവി എങ്ങനെയായിരുന്നു, തങ്ങളുടെ ശരീരത്തിൽ എത്ര മുടിയാണ് നരച്ചിരുന്നത്, തങ്ങളുടെ കൺപുരികം എങ്ങനെയാണ്, കണ്ണിമ എങ്ങനെയാണ്, തങ്ങളുടെ പെരടിയുടെ ഭംഗി എത്രയായിരുന്നു, നെറ്റിയുടെ വീതി എത്രയാണ്, മുടിയുടെ നീളം എത്രയാണ്, കൈ എങ്ങനെയാ, നടത്തം എങ്ങനെയാ, തങ്ങൾ ചിരിച്ചത് എങ്ങനെയാ, ഇതൊക്കെ പറയുന്ന കിതാബാണ് ശമാഇൽ തുർമുദി. തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ അലിമീങ്ങൾ പറയാ, ശമാഇൽ തുർമുദിയിൽ പറഞ്ഞ പോലെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ കണ്ടത് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, പക്ഷേ
നമ്മൾ ശമാഇൽ തിർമിദി ഒന്നും വായിച്ചു നോക്കിയിട്ടില്ല. തങ്ങളുടെ ശരീരത്തിന്റെ വിശേഷണങ്ങളൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ കണ്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അങ്ങനെയെങ്കിലും കാണാൻ. പക്ഷേ ശമാഇൽ തിർമിദി പറഞ്ഞ പോലെ കാണുന്നതാണ്. അങ്ങനെ കാണുമ്പോൾ അത് തങ്ങൾ തന്നെയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ കിതാബ് അവസാനിപ്പിക്കുകയാണ് മഹാനായ തുർമുദി റളിയല്ലാഹു അൻഹു. അല്ലാമ ഇബ്നു സീരീൻ തങ്ങളുടെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ കിതാബ് അവസാനിപ്പിക്കുന്നത്. ഹദീസിന്റെ ഗ്രന്ഥം എന്താ പറയുന്നത്? ഇന്ന ഹാദൽ അംറ ദീൻ, ഇത് ദീനാണ്. ഫൽയൻദുർ അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. അമ്മൻ യഖുദു ദീന, അവന്റെ ദീൻ ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് ശരിക്കും നോക്കണം. അല്ലാമ ഇബ്നു സീരീൻ തങ്ങളുടെ വാക്ക് അത് പറഞ്ഞുകൊണ്ടാണ് കിതാബ് അവസാനിപ്പിക്കുന്നത്. ഇത് ദീനാണ്. എവിടെന്നെങ്കിലും പറഞ്ഞു അവിടെ ഉണ്ടല്ലോ ക്ലാസ്, ഇവിടെ ഉണ്ടല്ലോ, അയാളും പറയുണ്ടല്ലോ, അയാളെ ക്ലിപ്പ്, ഇവിടുത്തെ ക്ലിപ്പ്, ആ യൂട്യൂബിലെ ഒരു ക്ലിപ്പ്, ഇതൊക്കെ എല്ലാം പാടെ നോക്കാൻ ആരാണ് പറയുന്നത്? ഇത് ആലിമാണോ? ഇൽമും സ്വലാഹും ജീവിതകാലം പഠിക്കാൻ വേണ്ടി ചെലവഴിച്ച ആൾക്കാരാണോ? നമ്മുടെ ഏറ്റവും വലിയ വിഷമം അതാണ്. ക്ലാസ് റൂമൊക്കെ ഇട്ടേച്ച് മുത്തഅല്ലിമീങ്ങൾ റോട്ടിൽ ഇറങ്ങാൻ, സിന്ദാബാദ് വിളിക്കാനോ വാൾ പോസ്റ്റർ ഒട്ടിക്കാനോ പഠിക്കാൻ സമയം എവിടെയാണ്? എന്തൊരു വിഷമമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ദാറുൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്, അന്ന് ദാറുൽ ഹുദയില് പഠിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, എന്റെ സീനിയേഴ്സ്, കുറച്ചാൾക്കാർ അന്ന് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക. അന്ന് ചാടിപ്പോയി. അന്ന് ചാടിപ്പോന്ന് പറഞ്ഞാൽ അലൗഡ് അല്ല, പോകാൻ പാടില്ല എന്നാണ്. പോയി. എങ്ങനെ പോയത്? ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നുമല്ല. വൈകുന്നേരം എല്ലാ ദിവസമൊക്കെ 4 മണിക്ക് കഴിയും. ക്ലാസ് കഴിഞ്ഞ് മഗ്‌രിബും കഴിഞ്ഞ് ബസ് കയറി പോയി. ഒരു രാത്രി തിരിച്ചു ഒന്നും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ദാറുൽ ഇന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ട്. അത് പറ്റൂല. ദാറുലിന്റെ നിയമം അതാണ്. നമ്മൾ അങ്ങനെ ഉസ്താദന്മാരെ പഠിപ്പിക്കുന്നത്. എന്ത് വിഷയമാണെങ്കിലും സമ്മേളനമൊക്കെ നടന്നോട്ടെ, നമ്മൾ സമ്മേളനം അതൊക്കെ കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള സംഗതികളാണ്. പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അതിൽ ഇറങ്ങല്ല. അവര് പഠിക്കാൻ പിന്നെ എപ്പോഴാ നേരം? നാട്ടിൽ ഫുള്ള് തന്നെ തിരക്കന്നല്ലേ, എല്ലാ നേരത്തും കൂട്ടലും പിരിയലന്നല്ലേ. പഠിക്കണ്ടേ? ഇൽമിന്റെ നേരണ്ടോ? ഫൽയൻദുർ അഹദുക്കും, പറയാൻ തെളിച്ചു പറഞ്ഞുതരാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാതിരുന്നാൽ എല്ലാം ദീനെന്നെ, ഒക്കെ കേൾക്കാലോ, ഒക്കെ ഉസ്താദന്മാരെന്നല്ലേ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു പോകല്ല. അതുകൊണ്ട് തെളിച്ചു പറഞ്ഞുതരാ. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യും. പക്ഷെ ഞാൻ ആരും കുറ്റം പറയാൻ പാടില്ല, ഞാനൊരു വ്യക്തിയെ ആക്ഷേപിക്കാൻ പാടില്ല, ഒരു ആലിമിനെ ഇകഴ്ത്താൻ പാടില്ല. വിഷയം ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞു തരണം. അത് എന്റെ ബാധ്യതയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അത് പറഞ്ഞെന്ന് നിങ്ങൾക്കത് സ്വീകരിക്കാം, തിരസ്കരിക്കാം. നിങ്ങൾക്ക് തോന്നാണ് ഇയാൾ തീരെ ശരിയില്ല, നിങ്ങൾ വരാതിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നാണ് ശരിയുണ്ട്, നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ പറഞ്ഞ തെറ്റാണ്, എനിക്ക് നിങ്ങൾ തിരുത്തി തരണം. പക്ഷേ ഇത് ദീനാണ്. ഫൽയൻദുർ അഹദുക്കും അമ്മൻ യഖുദു ദീന, ദീൻ എവിടെന്നാണ് എടുക്കുന്നത്? ഇത് സച്ചരിതമായി ജീവിക്കുന്ന ആളിൽ നിന്നാണോ ദീൻ പഠിക്കുന്നത്? ഇത് പഠിച്ചിട്ടേ ദീൻ സ്വീകരിക്കാവൂ. അല്ലാമ ഇബ്നു ഉയൈന തങ്ങളൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. എവിടെന്നെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടും പറയല്ല. അല്ലാഹു തആല ബഹുമാനപ്പെട്ട കളമ്പാടി ഉസ്താദിന് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. സമസ്തക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത് മരിച്ചുപോയവർ, ഒന്നും നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. കളമ്പാടി ഉസ്താദിന്റെ വീട്ടിൽ ചെന്നിരിക്കാൻ ഒരു ബെഞ്ചുള്ളൂ. കണ്ടിലെ വീട്ടിലേക്ക് അവസ്ഥ. എന്ത് കൊട്ടാരുണ്ടായി കൊടുക്കാൻ കഴിയൂലായിരുന്നു? ഉസ്താദിന് ചോദിച്ചാൽ പോരെ. ഉസ്താദിന്റെ മുതഅല്ലിമീങ്ങളും ശിഷ്യന്മാർ എത്ര ഉണ്ട്? ഗൾഫിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന ഫൈസി ഉസ്താദുമാർ എത്ര ഉണ്ട്? ഇല്ല. നമ്മളെ കൊണ്ടൊന്നും അത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനെ ഇഷ്ടപ്പെടണം. കൊട്ടാരുണ്ടെങ്കിലേ ആലിമാവുള്ളൂ എന്ന് പറയല്ല, അത് ഇൽമില്ലാത്ത വർത്താനാണ്. അതാണ് ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഇതിനെ നമ്മൾ സ്നേഹിക്കണം. ഈ പച്ച പാവം ആലിമീങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അതാണ് ഇൽമ്. മഹാനായ ഗസാലി ഇമാമിന്റെ കിതാബുൽ ഇൽം എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം പരിഭാഷ കിട്ടുമെങ്കിൽ പരിഭാഷയെങ്കിലും നിങ്ങൾ വായിക്കണം മുഅ്മിനീങ്ങളെ. ഞാൻ ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം എന്താണ് അവിടെ ശരിക്കും മനസ്സിലാകും. ഗസാലി ഇമാം ആയത്ത് ഹദീസ് എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഈ പറയുന്നത്? മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല. ഒരു ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. അവർക്ക് മുൻഗാമികളായ ഉലമാ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആലിമീങ്ങൾ, അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അവർക്ക് ചെയ്ത സേവനം, കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ശത്രുക്കളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന് സഹിച്ചത് എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദീനിനോടും ദീനിന്റെ ആശയങ്ങളോടും വെറുപ്പോ ദേഷ്യമോ ഉള്ള ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഇതിനോട് ഹുബ്ബും സ്നേഹവും അല്ലാഹു ഇട്ടുകൊടുക്കുമാറാകട്ടെ. ദീനിന്റെ വിഷയത്തിൽ ആക്ഷേപം ഉയർത്തുന്നവരോ ദീൻ ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയവരോ ആയ
പരമസാധുക്കളായ സാധാരണക്കാരും അല്ലാത്തവരും നമ്മളെല്ലാവർക്കും അല്ലാഹു തആല ദീനിന്റെ ശരിയായ നൂറും പ്രകാശവും അല്ലാഹു നൽകുമാറാകട്ടെ. ഉസ്താദിന് പകരക്കാരനായി സമസ്തക്ക് നല്ലൊരു പ്രസിഡന്റിനെ അല്ലാഹു തആല തയ്യാർ ചെയ്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അയ്യിദ്ഹും ബിൽ ഹഖ് വഅയ്യിദിൽ ഹഖ് ബിഹിം യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ഇറക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക വസല്ലിം അലൈഹി. റഹ്മാൻ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും നിന്റെ ദീനാണോ റബ്ബേ? അത് ഞങ്ങളും നീയുമായുള്ള ബന്ധത്തെ വിഷയമാക്കുന്ന കേന്ദ്രബിന്ദുവാണ്. പടച്ചവനെ, ഞങ്ങളും നീയും തമ്മിലുള്ള ബന്ധം നീ ഊട്ടി ഉറപ്പിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അഖീദയും ഞങ്ങളുടെ ഖുർആനും ഞങ്ങളുടെ സുന്നത്തും ഞങ്ങളുടെ ഫിഖ്ഹും ഞങ്ങളുടെ ശരീഅത്തും എല്ലാം ഈ ഭൂമിയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് നിന്റെ മലക്കൂത്ത് സമാഉമായി ബന്ധിക്കാനുള്ള ഖൈറാൻ അല്ലാഹുവേ, അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാതെ കാക്കണേ തമ്പുരാനെ. നിന്റെ ദീനിന്റെ ഇൽമു ഞങ്ങൾക്ക് മതിവരോളം കൗകബുൻ ദുർരി എന്ന് പറഞ്ഞ കത്തിത്തിളങ്ങുന്ന ഇൽമു ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, അതിന്റെ വസീലകളും അതിനുള്ള മാർഗങ്ങളും ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്നുമെന്നും നല്ല മുഖ്ലിസീങ്ങളായ ഉലമാഇനെ ഈ സമൂഹത്തിൽ നിലനിർത്തി തരണം തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ദീനിനെ അധ്വാനിക്കുന്ന എല്ലാ ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഇഖ്ലാസ് നൽകണം തമ്പുരാനെ. ദീനിലേക്ക് ഇഖ്ലാസ് നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ നിയ്യത്തുകൾ അപാകതകളെ പരിഹരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജോലി തിരക്കും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് ഈ സദസ്സിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഈ പരിപാടി KCR-ലും മറ്റും വീക്ഷിക്കുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ, ഇതൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഒരു നിമിത്തമാക്കണേ റബ്ബേ. ചെറിയൊരു കാരണം കൊണ്ട് നീ സ്വർഗം കൊടുക്കുന്നുണ്ടല്ലോ അല്ലാഹ്. ഒരു പട്ടിക്കുട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് നീ സ്വർഗം കൊടുത്തിട്ടുണ്ടല്ലോ. ചെറിയ ചെറിയ അമലുകൾ കൊണ്ട് നീ സ്വർഗം കൊടുത്തിട്ടില്ലേ പടച്ചോനെ. അല്ലാഹുവേ, ഈ നഗരത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു നഗരവീതിയിലൂടെ നടന്നു വന്ന് ഈ പരിശുദ്ധ മജ്‌ലിസിലേക്ക് എത്തിപ്പെട്ട് നിന്റെ ഖുർആനും ഹദീസും നിന്റെ ദീനും പഠിച്ചു കേട്ടുകൊണ്ടാണ് റബ്ബേ ഞങ്ങൾ പോകുന്നത്. ഇത് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാക്കണേ അല്ലാഹ്. വേറൊരു അമലും ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും അല്ലാഹ്, ഇത് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ നിമിത്തമാക്ക റബ്ബേ. ഇത് ഞങ്ങളുടെ ഹൃദയം നന്നാവാൻ കാരണമാക്ക റബ്ബേ. ഞങ്ങളുടെ ഹൃദയത്തിലെ മോശമായ വിചാര വികാരങ്ങളെ നീ തുടച്ചു നീക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേ. ഞങ്ങൾ ഏറ്റവും ദുർബലരാണെന്ന് ഞങ്ങൾക്ക് നീ വിചാരം നൽകണേ റബ്ബേ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നിന്നിലേക്ക് ആശ്രയമുള്ളവരാണെന്ന് ബോധം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അഹങ്കാരത്തിന്റെയോ താൻപോരിമയുടെയോ ഒരംശം പോലും പിശാചിന്റെ ഒരു ഫിത്നയും ഞങ്ങളുടെ ഖൽബിലേക്ക് വരാതെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്ന ഇബാദുക ദുഅഫാഉൽ മുഖസ്സിറൂൻ അല്ലാഹുമ്മ തകഫൽനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ തകഫൽനാ യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്ത് ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത് നിന്റെ അടിമകളാണ് അല്ലാഹ്. ഞങ്ങളുടെ കഫീല് നീ ആകണം റബ്ബേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം തമ്പുരാനെ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ, ഭാര്യ, സന്തതികൾ, മാതാപിതാക്കൾ, ഞങ്ങളുടെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ മാപ്പാക്കണേ റബ്ബേ. ഇനി ഞങ്ങൾ ഇതിലൂടെ ഒരു മരണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, അടുത്ത ഒരാഴ്ച കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് അവസരം നീ നൽകിയില്ലെങ്കിൽ, ഇത് ഞങ്ങൾ ചെയ്യുന്ന തൗബയായി സ്വീകരിക്കണേ റബ്ബേ. ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തുതാ റബ്ബേ. നിനക്ക് പൊരുത്തല്ലാതെ ഞങ്ങൾ ചെലവഴിച്ച എല്ലാ സെക്കൻഡും ഞങ്ങളോട് മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റബ്ബേ. നിന്റെ ദീൻ അറിയാനോ നീയുമായി ബന്ധിക്കാനോ ഞങ്ങളെ സഹായിക്കാത്ത എല്ലാ അനാവശ്യങ്ങളൊന്നും ഞങ്ങൾ അകറ്റണേ റബ്ബേ.